ഇന്നത്തെ ഈ ഓട്ടട റെഡിയാക്കി എടുക്കുന്നത് മൈദ വെച്ചിട്ടല്ല, അരിപ്പൊടി വെച്ചിട്ടാണ്. വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളവും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നോർമൽ വാട്ടർ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്ന ഈ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം. ചൂട് കുറഞ്ഞ വെള്ളം ഇതിലേക്ക് എടുക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നോർമൽ വാട്ടറും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പൊടി ഓവറായിട്ട് വെന്ത് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2 വെള്ളം ഒന്നിച്ച് കുറേ ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ചൂട് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാനൊരു 2 കപ്പ് പൊടിയല്ലേ എടുത്തത്. അപ്പോൾ അതിനൊരു 3.5 കപ്പിനടുത്ത് വെള്ളം നമുക്ക് ആവശ്യം വരും. ആ 3.5 കപ്പ് ചൂടുവെള്ളമായിട്ടും പച്ചവെള്ളമായിട്ടും ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അളവ് മനസ്സിലാവുക. ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്കായി കിട്ടേണ്ടത്. ഇപ്പം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് അത്യാവശ്യം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കട്ടകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും. നമ്മളിപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ചെറിയ ചൂടുണ്ടാവും. ഈ മാവ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം മാവ് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് 2 മുട്ടയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് അരക്കണ്ട, 2 ബാച്ചാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആ കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. അരച്ചെടുത്തത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ആ സെയിം മിക്സിയിൽ തന്നെ ബാക്കി വെച്ച ആ ഒരു മുട്ടയും ബാക്കിയുള്ള മാവും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് പോകും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി 2 തുള്ളി ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതും കൂടി അരച്ചെടുക്കുക. ഈ 2 മാവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല. ഈ ഒരു തിക്നെസ് ഓട്ടടൻ്റെ മിക്സിന് വേണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങളിപ്പോൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളച്ച വെള്ളവും പച്ചവെള്ളവും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എങ്ങനെ ഈ ഓട്ടട റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാൻ ഈ ഒരു ഓട്ടട ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ വലിയ ഓടിലാണ്. മണ്ണിൻ്റെ ഓട്ടിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോസിബിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക ഇതുപോലത്തെ ഓടായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ മൈദ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യം വരും. മൈദ ചേർത്ത ഓട്ടടയാണെങ്കിൽ അങ്ങനെ പരത്തി കൊടുക്കണ്ട. ഒഴിച്ചിട്ട് ആ ഷേപ്പിൽ തന്നെ ചുട്ടെടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം. അപ്പോഴായിരിക്കും ഇതുപോലെ ഹോൾസ് വരാം. ഈ ഹോൾസ് വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും ഉൾഭാഗമൊക്കെ കുക്കായി കിട്ടുക. ഈ ഒരു ഓട്ടട മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കണം. ഹോൾസ് വരുന്ന സമയത്ത് അടച്ചു വെച്ചാൽ മതി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം അടച്ചു വെച്ചാൽ പിന്നെ ഹോൾസ് ഒന്നും വരില്ല. അപ്പം മൈദ ഒഴിവാക്കിയിട്ടുള്ള ഓട്ടടയാണിത്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് റെഡിയാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.